ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടീസ് ട്രിപ്പ്. സോ നമ്മളിന്ന് ബദാമി വ്ളോഗ് പാർട്ട് 2 ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബദാമി കേവ് ടെമ്പിൾസ് ആയിരുന്നു വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വ്ളോഗിൽ ബദാമി ലേക്ക് ആൻഡ് ബോധനാഥ ടെമ്പിൾ. സോ കേവ് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ എത്തുമ്പോൾ ഈ ഒരു വ്യൂ ആണുള്ളത്. ഒരു പഴയ മോസ്ക് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത് തന്നെ ഒരു പുതിയതുമുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വഴി കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു അത്. ഫുള്ള് കല്ലുകൾ ഇങ്ങനെ മേളിൽ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നൊരു വേ ആയിരുന്നു. ആ വേ ലാസ്റ്റ് നമ്മൾ ഈ ഒരു വ്യൂവിലോട്ടാണ് വന്ന് ചേരുന്നത്. സോ ഇതാണ് ബദാമി ലേക്ക്. അപ്പം നമ്മൾ ബദാമി ലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാം വളരെ അടുത്ത് തന്നെയാണുള്ളത്. സോ നമുക്ക് ഇവിടെ ഫുള്ള് കാണാം പടവുകൾ. അതിനപ്പുറത്തേക്കും ഒക്കെ പല ടെമ്പിൾസ്, പഴയ കുറേ ടെമ്പിൾസൊക്കെ നമുക്ക് അവിടെ എല്ലാം കാണാൻ പറ്റും. ചുറ്റിനും ഈ പടവുകളുടെ പല സ്ഥലത്തും ഉണ്ട്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ആ കാണുന്ന സ്ഥലത്താണ്. അതാണ് ബോധനാഥ ടെമ്പിൾ. സോ നമ്മൾ ഈ സ്റ്റെപ്സിലൂടെ ഫുൾ ഇവിടുന്ന് അവിടം വരെ നടന്നിട്ടാണ് പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക്, ഫുൾ ഗ്രീൻ കളറുള്ള വെള്ളം. സോ അവിടെ ഉള്ളവർ അവിടെ അലക്കവും പിന്നെ ഫിഷിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ ചേട്ടന്മാരവിടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പ്ലേസിലോട്ട് എത്തിയിരിക്കുന്നു. ആ പോകുന്ന വഴി തന്നെ ഉള്ളൊരു ടെമ്പിളാണ്. സോ ഈ ടെമ്പിളിൻ്റെ പേരാണ് യെല്ലമ്മ ദേവി ഗുഡി. ഇവിടെ വന്നിട്ട് ഒരുപാട് പഴയ ടെമ്പിളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒത്തിരി പഴയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൺസ്ട്രക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇത്രയും ഓൾഡ് ആയിരുന്നു. അതിൻ്റെ വേ ഓഫ് കൺസ്ട്രക്ഷൻ കണ്ടാലും മനസ്സിലാവും. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എല്ലാം ഒരു കല്ലിൻ്റെ മേളിൽ വേറൊരു കല്ല് ജസ്റ്റ് അടുക്കി വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡിസൈൻസാണ് ഇതെല്ലാം. ഒന്നും സിമൻറ്റും അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ ദിസ് സ്റ്റാൻഡിങ് സ്റ്റിൽ. ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് ഈ ടെമ്പിളിൻ്റെ ഇവിടുന്ന് തന്നെ നമ്മൾ ലാസ്റ്റ് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന കേവ് ടെമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും അവിടെ ദൂരെ. അപ്പോൾ ആ ടെമ്പിൾ നമ്മൾ കവർ ചെയ്ത് വീണ്ടും അവിടെ സ്റ്റെപ്സിലൂടെ നടന്ന് നമ്മൾ ഈ ഓൾമോസ്റ്റ് നെക്സ്റ്റ് എൻഡിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, ശ്രീ ഭൂതനാഥ ഗുഡി. സോ ഈ ഭൂതനാഥ ഗുഡിയുടെ ബാക്ക് സൈഡിൽ നിങ്ങൾക്കൊരു വലിയ ഒരു പീക്കായിട്ടുള്ളൊരു ഏരിയ കാണാൻ പറ്റും. അവിടെ ആക്ച്വലി 2 വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. സിസ്റ്റർ വാട്ടർഫോൾസ് എന്നാണ് അതിന് പറയുന്നത്. അക്കത്തങ്കി വാട്ടർഫോൾസ് എന്ന് പറയും കന്നഡത്തിൽ. അപ്പം അത് ഇപ്പോൾ ഡ്രൈ സീസൺ ആയതുകൊണ്ടിട്ട് അവിടെ വെള്ളം കുറവാണ്. അവിടെ പൊതുവെ ഇപ്പം മഴയില്ല. നോർത്ത് കർണാടക ഏരിയ ആണ്, അവിടെ മഴ കുറവാണ്. സൗത്ത് കർണാടകയിലും നമ്മുടെ കേരളത്തിലൊക്കെയാണ് കൂടുതൽ മഴ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആ 2 വാട്ടർഫോൾസും അവിടെ ഇല്ല, ഫുൾ ഡ്രൈഡാണ്. സോ ഇതാണ് നമ്മുടെ ഭൂതനാഥ ഗുഡി ടെമ്പിളിൻ്റെ ഇൻസൈഡിലോട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ ഒരുപാട് മങ്കീസ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര പേടിച്ചാണ് അതിൽ നടന്നത്. എൻ്റെ ഫോൺ അങ്ങനെ മങ്കി എടുത്തിട്ട് പോകുമെന്ന്. സോ ഇതതിൻ്റെ പുറത്തുണ്ടായിരുന്ന ഒരു ചെറിയ ഒരു ടെമ്പിളാണ്. എൻ്റെ ഉള്ളിലോട്ട് കയറിയില്ല, ജസ്റ്റ് അവിടുന്ന് ഒരു വീഡിയോ എടുത്തതാണ്. ഭയങ്കര ഇരുട്ടാണ്, ലൈറ്റൊന്നുമില്ല. ജസ്റ്റ് ടോർച്ച് യൂസ് ചെയ്താൽ നമുക്കതിൻ്റെ ഉള്ളിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് അതൊരു ജെയിൻ ടെമ്പിളിൻ്റെ ഒരു ഇതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഉള്ളിൽ. അപ്പം അവിടെ നിന്ന് ഇറങ്ങി ആ മെയിൻ പ്ലേസിലോട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇതിൻ്റെയും കൺസ്ട്രക്ഷനും കല്ലുകളൊക്കെ വെച്ചിരിക്കുന്ന കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഉള്ളിലൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു പീസ്ഫുൾ ക്ലൈമറ്റ്, നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഇത്. സോ തറയൊക്കെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നതും അത് കാലപ്പഴക്കത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ റൂഫിലുള്ള ഡിസൈൻസൊക്കെ നമുക്കൊന്ന് കാണാം. ഉള്ളിൽ ഫുൾ പിച്ച് ഡാർക്കായിരുന്നു. എൻ്റെ അടുത്ത് ടോർച്ച് ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഫോണിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് അങ്ങ് നടക്കുമായിരുന്നു. ചില ആൾക്കാരൊക്കെ ടോർച്ച് യൂസ് ചെയ്തിട്ട് ഉള്ളിലുണ്ടായിരുന്നു. അവരുണ്ടായിരുന്ന ആ ഒരു ധൈര്യത്തിൽ ഞാനും ജസ്റ്റ് ഉള്ളിൽ കയറി.
ഞാൻ ഒറ്റയ്ക്കായിരുന്നു അതിനകത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും പോയപ്പോൾ ഫുൾ ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു, ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഇതാണ് ആ ഒരു ടെമ്പിളിൻ്റെ അകം ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു നന്ദിയുണ്ട് സെൻറ്ററിൽ. സോ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തോരം നമുക്ക് ആ ഒരു പഴയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസസും ഇപ്പോഴും അതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ടൊന്നും വരാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അധികം ടൂറിസ്റ്റുകളൊന്നും എത്തിപ്പെടാത്തൊരു സ്ഥലം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു പഴമയും ആ ഒരു പഴയ ആർക്കിടെക്ചറിൻ്റെ ഇതും നമ്മുടെ എന്താ പറയുക, കുറേ ഹിന്ദു മിത്തോളജീൻ്റെ കാര്യങ്ങളും കുറച്ച് മിക്സ്ഡാണ്. ഹിന്ദു മാത്രമല്ല, ഹിന്ദു, ജെയിൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു മിക്സപ്പാണ് നമ്മൾ കാണുന്നത്. ഇത് അവിടുത്തെ പുറത്തോട്ട് വരുമ്പോൾ ആ ഒരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്ന ആ ഒരു ഏരിയയിലുള്ള ഒരു ഇതാണ് ഇത്. ഇവിടെയും ഇത് മഹാവിഷ്ണുവിൻ്റെ കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇതിൻ്റെ ബാക്കിലായിരുന്നു ആ ഒരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നത്. നൗ ഇറ്റ്സ് നോട്ട് ദെയർ. So see you all in next part of Badami vlog. Stay tuned. Bye bye. Take care.